വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ബുള്ളറ്റിൽ ഹസാർഡ് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാറുകളിലൊക്കെ പണ്ട് മുതലേ ഈ ഒരു ഹസാർഡ് ലൈറ്റ് ഉണ്ട്. ഹസാർഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു എമർജൻസി ആയിട്ടുള്ളൊരു വാർണിംഗ് ലൈറ്റാണ്. 4 ഇൻഡിക്കേറ്ററും ഒരുമിച്ച് കത്തുന്നൊരു സംഭവമാണ്. അത് മറ്റുള്ള വാഹനങ്ങളെ വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റാണ്. ശരിക്കും നമ്മുടെ വാഹനത്തിന് വല്ല ബ്രേക്ക് ഡൗണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് ഓണാക്കണം. അതേപോലെ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ലൈറ്റ് ഓണാക്കിയിടണം. അതേപോലെ ഫോഗുള്ള സമയത്തും നല്ല റെയിനുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ലൈറ്റ് ഇട്ട് ഓടിക്കുക, മറ്റുള്ള വാഹനങ്ങളെ പെട്ടെന്ന് വാൺ ചെയ്യാനും അവരെ ഈ ഒരു വാഹനം റോട്ടിലുണ്ടെന്ന് കാണിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വാർണിംഗ് ലൈറ്റാണ് ശരിക്കും ഈ ഒരു ഹസാർഡ് ലൈറ്റ്. അപ്പോൾ അത് ബുള്ളറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു ചെറിയ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോ ഉണ്ട്. ശരിക്കും ഒരു ചുവപ്പ് സ്വിച്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആക്സസറീസായിട്ട്. അപ്പോൾ ആ ഒരു ലൈറ്റ് അമർത്തുന്നതിൻ്റെ കൂടെ തന്നെ, ആ ഒരു സ്വിച്ച് അമർത്തുന്നതിൻ്റെ കൂടെ തന്നെ, ആ ഒരു ചുവപ്പ് സ്വിച്ച് അമർത്തുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് അമർത്തണം. എന്നാൽ മാത്രമേ ഈ ഒരു ബുള്ളറ്റിൽ ഹസാർഡ് ലൈറ്റ് ഓണാവുള്ളൂ. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു ചുവപ്പ് സ്വിച്ച് ഒരു പ്രാവശ്യം അമർത്തി കഴിഞ്ഞാൽ 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് കത്തുന്ന ഒരു സർക്യൂട്ടിൻ്റെ ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സർക്യൂട്ടിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. 12 വോൾട്ട് ലൈറ്റിനെ നമുക്ക് ബ്ലിങ്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഫ്ലാഷർ ആവശ്യം കേട്ടോ. ഫ്ലാഷർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലൈറ്റിനെ ബ്ലിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ കാറിലായാലും അതേപോലെ ബൈക്കിലായാലും ഏത് വാഹനത്തിലായാലും ട്രക്കിലൊക്കെ ഈ ഒരു ഫ്ലാഷർ എന്ന സംഭവം വരുന്നുണ്ട്. ഇപ്പോൾ ഫ്ലാഷർ കാറുകളിലൊക്കെ 3 ലെഗുള്ള ഫ്ലാഷർ വരുന്നുണ്ട്. അതേപോലെ ബുള്ളറ്റിലൊക്കെ 2 ലെഗുള്ള വരുന്നത്. പൾസർ അതേപോലെ ഒട്ടുമിക്ക ബൈക്കുകളിൽ 2 ലെഗുള്ള ചെറിയൊരു ഫ്ലാഷറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലാഷറിനാണ് പിന്നീട് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിലേക്ക് കണക്ഷൻ പോകുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ലെഫ്റ്റും റൈറ്റും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഡയോഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ചുവപ്പ് സ്വിച്ച് അമർത്തുന്ന സമയത്ത് 4 ഇൻഡിക്കേറ്ററും ബ്ലിങ്ക് ആവുന്ന ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫ്ലാഷർ എന്ന് പറയുമ്പോൾ ഫ്ലാഷറിനകത്ത് ബെല്ലാസ്റ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്, ചെറിയൊരു സർക്യൂട്ട് യൂണിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് ചൂടാകുന്ന സമയത്ത് അത് ഓപ്പൺ ആകുമ്പോൾ ഈ ലൈറ്റ് ഓഫ് ആവും, പിന്നെ അത് തണുക്കും, പിന്നെയും ക്ലോസ് ആവും. അങ്ങനെ ഈ ഒരു സംഭവം സൈക്ലിംഗ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു ലൈറ്റ് ഓണും ഓഫും ആവുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ചെറിയൊരു സർക്യൂട്ട് ഞാൻ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഡയോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കറക്റ്റ് മനസ്സിലാവും, ഡയോഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് ഇതിൻ്റെ സർക്യൂട്ട് നോക്കാം, അതിന് ശേഷം അത് ബുള്ളറ്റിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ബുള്ളറ്റിലൊക്കെ വരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ സർക്യൂട്ട് കേട്ടോ. ഈ സർക്യൂട്ടിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഇതാണ് ശരിക്കും ഫ്ലാഷറുള്ള ഇൻഡിക്കേറ്ററിൻ്റെ സർക്യൂട്ട് കേട്ടോ. അപ്പോൾ ഇതിലിവിടെ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ട്. ബാറ്ററീൻ്റെ നെഗറ്റീവ് ഗ്രൗണ്ടൊക്കെ കിട്ടും. പിന്നെ പോസിറ്റീവ് നിന്ന് വരുന്ന വയർ ഇങ്ങനെ ഇഗ്നീഷൻ സ്വിച്ച് വഴിയാണ് ഫ്ലാഷറിലേക്ക് പോകട്ടോ. ഇത് ഫ്ലാഷറാട്ടോ, ഫ്ലാഷർ റിലേ എന്നും പറയുന്നുണ്ട്, ഫ്ലാഷർ എന്നൊക്കെ പറയും. അപ്പോൾ ഫ്ലാഷറിന് 2 പിന്നുള്ള ഫ്ലാഷറും വരുന്നുണ്ട്, 3 പിന്നുള്ള ഫ്ലാഷറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ഫ്ലാഷറിൻ്റെ മേലെ BLW എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഡബ്ല്യു അല്ല, S എന്ന് എഴുതിയിട്ടുണ്ടാവും. S അല്ലെങ്കിൽ B എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ B എന്ന് പറയുമ്പോൾ ബാറ്ററി പോസിറ്റീവ്, S എന്ന് പറയുമ്പോൾ സ്വിച്ച്, പിന്നെ L ലൈറ്റ്, ഇങ്ങനെയുള്ള ഒരു ഇൻഡിക്കേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്ലാഷർ ബുള്ളറ്റിലൊക്കെ വരുന്ന 2 പിന്നുള്ള ഫ്ലാഷറാണ്. അപ്പോൾ ഈ ഒരു ഫ്ലാഷറിൻ്റെ ഒരു പിന്നെ ഇങ്ങനെ ബാറ്ററി പോസിറ്റീവും മറ്റേത് ഇങ്ങനെ സ്വിച്ചിലേക്കാണ് പോവുക. ഇപ്പോൾ ഇവിടെ കാണുന്ന ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കേട്ടോ. ഈ ഒരു സ്ക്വയർ കാണുന്ന ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചാണ് ഈ ഒരു സ്ക്വയർ. അപ്പോൾ ഈ സ്വിച്ചിൽ 3 കണക്ഷൻ ഉണ്ടാവുക. ഒന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ഇൻഡിക്കേറ്ററിൻ്റെ ബൾബിലേക്ക് പോകുന്ന വയർ, അതേപോലെ പിന്നെ റൈറ്റിലേക്ക് പോകുന്ന ഇൻഡിക്കേറ്ററിൻ്റെ പിന്നിൻ്റെ വയർ, അങ്ങനെ 3 വയറാണ് ഉണ്ടാവും ഈ ഒരു സ്വിച്ചിൽ കേട്ടോ. ഇപ്പോൾ നോർമലി 12 വോൾട്ട് കറണ്ട് നമ്മൾ ഇഗ്നീഷൻ ഓണാക്കുന്ന സമയത്ത് ഈ ഫ്ലാഷർ വഴി ഇവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും 12 വോൾട്ട് കറണ്ട്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഈ ഒരു സ്വിച്ച് ഇങ്ങനെ റൈറ്റിലേക്ക് നീങ്ങുന്ന സമയത്ത് ഈ ഒരു 12 വോൾട്ട് കറണ്ട് വോൾട്ടേജ് ഈ ഒരു വയർ വഴി ശരിക്കും നേർക്ക് ഈ ഒരു ബൾബ് വഴി ഗ്രൗണ്ട് ആവും. ആ സമയത്ത് ഈ ഒരു ബൾബ് കത്തുട്ടോ. ഈ ബൾബ് കത്തുന്ന സമയത്ത് ഇതിൽ കൂടുതൽ കറണ്ട് ഇതുവഴി പാസ് ചെയ്യും. അങ്ങനെ ഈ ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു ബെല്ലാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ഒരു കറണ്ട് ഇതിലോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇത് ചൂടാവും. ഇതിനകത്ത് ചെറിയൊരു ബെല്ലാസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം വരുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് ഇത് ഓവറായി ചൂടായിട്ട് ഇതിനകത്തുള്ള ആ പോയിൻ്റ് ഓപ്പൺ ആവും. ഇപ്പോൾ ചെറിയ രണ്ട് ഇങ്ങനെ ഒരു സ്വിച്ച് ആണെങ്കിൽ ഇത് ക്ലോസായി കിടക്കുകയും നോർമലി. അപ്പോൾ ഈ ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവും. ഇതിങ്ങനെ ചൂടായി പഴുത്തിട്ട് ഇങ്ങനെ ബെൻഡാവുക ചെയ്യുക. ഇങ്ങനെ ബെൻഡാവുന്ന സമയത്ത് ഈ ബൾബ് ഓഫ് ആവും. ഈ കോണ്ടാക്റ്റ് ഓപ്പൺ ആവും, ഈ ബൾബ് ഓഫ് ആവും. പിന്നെ ഇത് പെട്ടെന്ന് തണുക്കും. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണിത്. ഇത് പെട്ടെന്ന് തണുക്കുമ്പോൾ ഇത് പിന്നെയും ക്ലോസ് ആവും. ഇത് ക്ലോസായി കഴിയുമ്പോൾ ഈ ബൾബ് പിന്നെയും കത്തും. ഈ ഒരു സംഭവം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ചെയ്യുക. അങ്ങനെയാണ് ഈ ഒരു ബൾബ് ഓണും ഓഫായി കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിയറിലെ ബൾബിൻ്റെ ഈ ഫിലമെൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലിങ്ക് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടും. ഇതിലെ പാസ് ചെയ്യുന്ന കറണ്ട് വേരിയേഷൻ വരുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത്. അതേപോലെ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് സ്വിച്ച് നീക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കൂടെ ഈ ഒരു കറണ്ട് പാസ് ചെയ്തിട്ട് ഈ ബൾബ് പ്രകാശിക്കും. ബൾബ് പ്രകാശിച്ച് ഇത്ര ടൈം കഴിയുമ്പോൾ ഇത് ഓവർ ചൂടായിട്ട് ഇത് പിന്നെയും ഓപ്പൺ ആവും. ഇതിനൊരു സയൻറ്റിസ്റ്റുകൾ ഇതിനൊരു ടൈം പീരീഡ് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു സംഭവം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ബൾബ് ഇത്ര ടൈം പ്രകാശിക്കും, അത് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആവും, പിന്നെയും ഇത് ക്ലോസ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഫ്ലാഷറിൻ്റെ ഡിസൈനിങ് ഉള്ളത്. അങ്ങനെ ഇതാണ് ഈ നോർമൽ ഒരു ഇൻഡിക്കേറ്റർ സർക്യൂട്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ സംസാരിച്ച് നോർമലായിട്ട് ബൈക്കിലൊക്കെ ബുള്ളറ്റിൽ കണ്ടുവരുന്നൊരു സർക്യൂട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ഒരു സ്വിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഇതാണ് സ്വിച്ച്, ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച്. ഈ ഒരു സ്വിച്ചിന് 50 രൂപ 30 രൂപ പല പ്രൈസിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഈ സ്വിച്ച് സിമ്പിളാണ്, ഓൺ ഓഫ് സ്വിച്ചാണ്. അതിൽ 2 വയറുണ്ടാവും ഈ ഒരു സ്വിച്ചിന്. ഇപ്പോൾ നോർമലി യൂട്യൂബിൽ കുറേ വീഡിയോ ഉണ്ട് ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റ് നിർമ്മിക്കുക എന്നുള്ള ഒരു സർക്യൂട്ട് വരുന്നുണ്ട്, കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിലവർ എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ബൾബിന് ഈ ഒരു സ്വിച്ചിൻ്റെ ഒരു വയർ ലെങ്ത്തുള്ള വയറൊക്കെ ഒരു വയർ നേർക്ക് ഈ സ്വിച്ചിൻ്റെ വയർ ഏതാണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ സ്വിച്ചിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യുക. ഈ വയർ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മറ്റേ വയർ ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്ററിൻ്റെക്ക് പോകുന്ന വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിൽ കണക്ട് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ കണക്ട് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഈ ഒരു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക. ഈ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഓണാക്കുക. അതിനുശേഷം ഈ സ്വിച്ച് അമർത്തണം. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് നമ്മൾ ഓൾറെഡി ഓണാക്കിയിട്ടുണ്ട്. ഈ സൈഡിലെ ഇൻഡിക്കേറ്റർ ഓണാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്വിച്ച് അമർത്തണം. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഇങ്ങനെ 2 സ്വിച്ചും നമ്മൾ അമർത്തണം. അതിനുശേഷം ഈ ഒരു ഹസാർഡ് ലൈറ്റ് വർക്കാവുള്ളൂ, 2 സൈഡിലെ ഇൻഡിക്കേറ്ററും ബ്ലിങ്ക് ആവുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ബൈക്കിൽ ഉപയോഗിച്ചത് ഈ ഒരു ഡയോഡ് ഉപയോഗിച്ചുള്ള സർക്യൂട്ടാണ്. ഇവിടെ 2 ഡയോഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ നോക്കാം. അപ്പോൾ ഈ ഒരു സ്വിച്ചിൽ നിന്ന് ഈ കണക്ഷനുള്ള നോർമലാട്ടോ, ഈ കണക്ഷൻ നോർമലാണ് ഈ ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ സ്വിച്ചിൻ്റെ മറ്റേ വയറിൽ നമ്മൾ 2 ഡയോഡ് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഡയോഡ് വഴിയാണ് ഈ ഇൻഡിക്കേറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവിടുന്ന് ഇതിൻ്റെ തുടക്കത്തിന് വേറൊരു വയർ എടുത്തിട്ട് വേറെ ഡയോഡ് വഴി ഈ ഇൻഡിക്കേറ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ സ്വിച്ച് അമർത്തുന്ന സമയത്ത് ഈ ഒരു ഫ്ലാഷർ എന്ന് പറയുന്ന ഈ ഒരു കറണ്ട് ഇതിലങ്ങനെ പാസ്സായിട്ട് സ്വിച്ച് വഴി 2 ഡയോഡ് വഴി അങ്ങോട്ടേക്ക് പോകും. 2 ബൾബും കത്തും. ഓക്കെ. ഈ ഒരു സ്വിച്ച് മാത്രം അമർത്തിയാൽ മതി. ഈ സ്വിച്ച് അമർത്താൻ ആവശ്യമില്ല കേട്ടോ. ഈ സ്വിച്ച് മിഡിൽ വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്വിച്ച് അമർത്തുമ്പോൾ 2 ഹസാർഡ് ലൈറ്റും കത്തും. അതിനുശേഷം നമുക്ക് ഇത് ഓഫാക്കിയാൽ ഈ ഹസാർഡ് ലൈറ്റ് ഓഫാവും. അതിനുശേഷം നമുക്ക് ഇൻഡിക്കേറ്റർ ഇടണമെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടാം. ഈ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഈ ഡയോഡ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഫ്ലാഷ് ചെയ്യുന്ന കറണ്ട് പിന്നെ ഈ ഒരു സ്വിച്ച് അഥവാ ഓണായി കിടക്കുകയാണെങ്കിൽ ഈ സ്വിച്ച് വഴി ചിലപ്പോൾ മറ്റേ ഇൻഡിക്കേറ്ററിലേക്ക് പാസ്സാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഈ സ്വിച്ച് ഇല്ലാതെ തന്നെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ സമയത്ത് ഈ ഒരു ഡയോഡ് ഇല്ലെങ്കിൽ ഈ ഒരു കറണ്ട് ഇവിടെ 2 ജോയിൻ്റ് ഉണ്ട്. ഇവിടെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോകുന്ന 2 ഇൻഡിക്കേറ്ററിനെ ഇവിടെ നമ്മൾ ജോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഇടുന്ന ലൈറ്റ് ഓണാവുന്ന സമയത്ത് ഈ ഒരു വോൾട്ടേജ് ചിലപ്പോൾ ഈ ഒരു വയർ കയറിയിട്ട് മറ്റേ ഇൻഡിക്കേറ്ററിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 2 ഡയോഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഡയോഡിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഡയോഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വോൾട്ടേജ് കയറി വരില്ല, ഇങ്ങോട്ടേക്ക് പാസ്സാവില്ല. ഈ 2 ഡയോഡിനും ഈ ഭാഗത്തേക്ക് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല, ആ സൈഡിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഒരിക്കലും ഇതുവഴി ഇങ്ങോട്ട് ജമ്പ് ആവില്ല. ആ ജമ്പിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഡയോഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെറിയ 2 ഡയോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു വൃത്തിയുള്ള ഒരു സർക്യൂട്ടാവും. ഈ ഒരു സ്വിച്ച് അമർത്തുന്ന സമയത്ത് നമുക്ക് 4 ഇൻഡിക്കേറ്ററും കത്തും. ഈ സ്വിച്ച് ഇടേണ്ട ആവശ്യമില്ല. അതേപോലെ സ്വിച്ച് ഓഫാക്കുക. ഈ സ്വിച്ച് ഓഫാക്കിയിട്ട് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ഇടാം. രണ്ടും ശരിക്കും സെപ്പറേറ്റ് സർക്യൂട്ടാവും.
ഇത് ശരിക്കും നല്ല ഒരു അടിപൊളി സംഭവം കേട്ടോ. ശരിക്കും ഇങ്ങനെ ഫിറ്റ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി പ്രൊഫഷണൽ ആവുള്ളൂ. മറ്റേ നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സ്വിച്ച് അമർത്തി കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്വിച്ച് അമർത്തണം, ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര ടഫാവും ലാസ്റ്റ്. അത് ലാസ്റ്റ് ബുദ്ധിമുട്ടായിരിക്കും. വല്ല എമർജൻസി ഘട്ടത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഓണാക്കണമെങ്കിൽ ഈ ഒരു ഒറ്റ സ്വിച്ച് അമർത്തിയാൽ മതി. അപ്പം തന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റ് ഓണാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇതിൻ്റെ വയറിങ്ങിൻ്റെ കണക്ഷൻ എങ്ങനെയൊക്കെ നോക്കി മനസ്സിലാക്കാം. ബുള്ളറ്റിൻ്റെ ഈ ഒരു ഇടത് ഭാഗത്തുള്ള ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഫ്ലാഷർ കാണാൻ സാധിക്കും. ഈ ഒരു സംഭവമാണ് ഫ്ലാഷർ ഇല്ല കേട്ടോ. അതിൻ്റെ മേലേക്ക് 2 വയറൊക്കെ വരുന്നത്, ഇതിൽ 2 പിന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻഡിക്കേറ്റർ ഓണും ഓഫും ആക്കാൻ സഹായിക്കുന്ന സംഭവമാണിത്. ഇത് ഒട്ടുമിക്ക ബൈക്കുകളിലും കണ്ടുവരുന്നുണ്ട് ഈ ഒരു സംഭവം. 2 പിന്നുള്ളതും അതേപോലെ 3 പിന്നുള്ളതും ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാം, ഈ ഒരു വൈറ്റ് വയറാണ് സ്വിച്ചിലേക്ക് പോകുന്ന വയറാണ്. ഇതിലേക്ക് ഒരു വൈറ്റും ഒരു റെഡും വയർ വരുന്നുണ്ട്. ഇപ്പോൾ റെഡിൽ സ്വാഭാവികമായിട്ടും 12 വോൾട്ട് ആണ് വരിക. ഇവിടെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കാണാം. അതേപോലെ ഇവിടെ നമ്മുടെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും കാണാം. ഈ ഒരു സ്വിച്ചാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് 50 ഉറുപ്പ്യ വരുന്നത്. ഈ ഒരു സ്വിച്ച് ഓൺ ഓഫ് ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ആ സ്വിച്ചിൽ 2 വയറാണ് വരിക. നമ്മൾ ആ ഒരു ഡയഗ്രത്തിൽ കാണിച്ച പോലെ. അതേപോലെ ഇവിടെ ഈ ഒരു ഫ്ലാഷറിൽ വരുന്ന വോൾട്ടേജ് ആട്ടോ കാണുന്നത്. ഈ ഒരു ഫ്ലാഷറിൽ 13.8 വോൾട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇഗ്നിഷൻ ഓണാക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇവിടെ ഞങ്ങളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡെമോ വീഡിയോ കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു സ്വിച്ച് അമർത്തുന്ന സമയത്ത് ഇവിടെ ഹസാർഡ് ലൈറ്റ് കത്തുന്നത് കാണാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ഞങ്ങൾ ഈ ഒരു ഡയോഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വയറിംഗ് ഒക്കെ കാണാം. ഇവിടെ സ്വിച്ചിൽ നിന്ന് വരുന്ന 2 വയറും അതേപോലെ 2 ഡയോഡും ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വയറിംഗ് ഡയഗ്രത്തിൽ കാണിക്കും. അതേപോലെ തന്നെയാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. 2 ഡയോഡ് ലെഫ്റ്റിലേക്ക് പോകുന്ന ഇൻഡിക്കേറ്ററിൻ്റെ വയറിലും റൈറ്റിലേക്ക് വരുന്ന ഇൻഡിക്കേറ്ററിൻ്റെ വയറിലും ഓരോ ഡയോഡ് ഫിറ്റ് ചെയ്ത്, അതിനുശേഷം ആ ഒരു ഡയോഡിൽ നിന്ന് വരുന്ന വയർ സ്വിച്ച് വഴിയാണ് ഈ ഒരു ഫ്ലാഷറിൻ്റെ സർക്യൂട്ടിലേക്ക് പോകുന്നത്. ഇവിടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിൻ്റെ വയറും അതേപോലെ റൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ വയറൊക്കെ കാണാം. ആ ഒരു വയറിലേക്ക് ഞങ്ങൾ ലൂപ്പ് ചെയ്താണ്. ഈ ഒരു വൈറ്റ് വയർ ആ ഫ്ലാഷറിൻ്റെ വയർ കേട്ടോ. അതേപോലെ 2 ഇൻഡിക്കേറ്ററിൻ്റെ വയറും ഈ ഒരു 3 വയറാണ് നമുക്ക് ആവശ്യം വരുന്നത്. ഇവിടെ 2 ഡയോഡൊക്കെ കാണാം. ഈ ഡയോഡ് സോൾഡർ ചെയ്തിട്ട്, അത് സോൾഡർ ചെയ്യണം ശരിക്കും. സോൾഡർ ചെയ്തിട്ട് അതിന് ശരിക്കും നല്ല കവറിങ് കൊടുക്കണം, എന്നാലും നല്ല ഫിനിഷിങ് പോകും. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ബൈക്കിൽ 2 വർഷമായി ഇത് യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഡയോഡിന് കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല. പക്കയായിട്ട് റണ്ണായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബുള്ളറ്റിന് നമ്മൾ ഈ ഹസാർഡ് ലൈറ്റ് ഓണാക്കുന്ന സമയത്ത് ഇഗ്നിഷൻ ഓണാക്കി വെച്ചിട്ട് ഹസാർഡ് ലൈറ്റ് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ബൾബ് കൂടുതൽ ആംപിയർ എടുക്കുന്നതാണ്. ഈ 4 ഇൻഡിക്കേറ്റർ ബൾബ് ഒരുമിച്ച് കത്തുന്ന സമയത്ത് ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ. കറക്റ്റ് ഇൻസുലേഷനൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, വയറിംഗ് ഒക്കെ ബേണാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ഈ ഒരു 4 ഇൻഡിക്കേറ്ററിലേക്ക് കൂടുതൽ ആംപിയർ കറണ്ട് എടുക്കുന്ന സമയത്ത് വയർ ചൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഒക്കെ പെട്ടെന്ന് ശരിക്കും കെയർ ചെയ്യണം. നോർമലി ഈ ഒരു ബുള്ളറ്റിൻ്റെ ഫ്ലാഷർ ഈ ഒരു 2 ഇൻഡിക്കേറ്റർ ബൾബ് കത്താനുള്ള കപ്പാസിറ്റിയിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു 4 ഇൻഡിക്കേറ്റർ കത്തിക്കുന്നുണ്ട് ഈ ഒരു ഫ്ലാഷർ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഫ്ലാഷർ ചൂടാവാനും ഫ്ലാഷർ കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പെട്ടെന്ന് ശരിക്കും കെയർ ചെയ്യുക അത് ഫിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ. അതുപോലെ ഈ ഒരു സർക്യൂട്ടിൽ ശരിക്കും ഒരു ഫ്യൂസൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളി. ഒരു 10 ആംപ്സിൻ്റെ ഫ്യൂസൊക്കെ കൊടുക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും വല്ല ഷോർട്ടോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു ഫ്യൂസ് ബേണാവും. ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിൽ നിന്ന് വരുന്ന വയറാട്ടോ. അപ്പോൾ അതിലാണ് ഈ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ വയർ, അതേപോലെ ആ ഒരു വൈറ്റ് കളർ വയർ ഫ്ലാഷറിൻ്റെ വയറൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡയഗ്രം നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.